അല്ലയോ മനുഷ്യ, നിങ്ങൾക്ക് കുടിക്കാൻ ശുദ്ധജലത്തിന് വേണ്ടിയും ഭക്ഷിക്കാൻ വേണ്ടി കൃഷി ചെയ്യാൻ വേണ്ടിയും ഞാൻ മഴ പെയ്യാൻ സമ്മതിച്ചോട്ടെ? പേടിയാവുന്നു. മഴ പെയ്താൽ ആ വെള്ളം ഒഴുകിപ്പോകുന്ന സ്ഥലങ്ങൾ മൊത്തം നിങ്ങൾ കോൺക്രീറ്റുകൾ വെച്ച് മറച്ചിരിക്കുന്നതല്ലേ? വെള്ളം ശേഖരിച്ച് വെക്കുന്ന എൻ്റെ പാടങ്ങളും കുളങ്ങളും നിങ്ങൾ നികത്തി നിങ്ങളുടെ സുഖ സൗകര്യത്തിന് വേണ്ടിയുള്ള കൊട്ടാരങ്ങൾ നിങ്ങൾ പണിതു വെച്ചിരിക്കുന്നതല്ലേ? നിങ്ങൾ പറയും നിങ്ങളുടെ കൊട്ടാരങ്ങൾ മുങ്ങി, വെള്ളപ്പൊക്കമായി. ഞാനങ്ങ് ദൂരെ മലകളിൽ പോയി മഴ പെയ്യാൻ സമ്മതിച്ചാൽ പോലും നിങ്ങളുടെ സുഖത്തിന് വേണ്ടിയും സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയും മൈനുകൾ വെച്ച് പൊട്ടിത്തെറിപ്പിച്ച് എൻ്റെ പാറക്കൂട്ടത്തിനെ ഛിന്ന ഭിന്നമാക്കിയിരിക്കുന്നതല്ലേ? ആ പേമാരിയെ അവർക്കത് താങ്ങി നിർത്താൻ പറ്റുമില്ല. അവരുടെ കാലുകൾ തളരും. അവിടെ പെയ്താൽ ഉരുൾപൊട്ടൽ വരും. എൻ്റെ പൊന്നോമന് എത്ര പേര് നഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. ഞാൻ തീറ്റിപ്പോറ്റിയ എൻ്റെ കൊമ്പന്മാർ നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി നിന്നില്ലേ? നിങ്ങളുടെ വിഷമം മനസ്സിൽ കണ്ട് ആ വിഷമം അവൻ്റെ ഹൃദയത്തിൽ വെച്ച് അവൻ്റെ കണ്ണീര് നിങ്ങൾ കണ്ടതല്ലേ? പക്ഷെ നിങ്ങളോ അവൻ സഞ്ചരിക്കുന്ന വഴിയിൽ നിങ്ങൾ റിസോർട്ടുകളും നിങ്ങളുടെ സുഖത്തിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കി. അവൻ നടന്നാൽ നിങ്ങൾ അവരെ മയക്ക് വെടി വെച്ചു ഒരു മയക്ക് ഇടുന്നില്ലേ? ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾ പറയുന്നു നിങ്ങൾ പ്രകൃതി സ്നേഹിയാണെന്ന്. നിങ്ങൾ എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഏതൻ തോട്ടമല്ലേ തന്നത്? നിങ്ങൾ ദിനം പ്രതി അത് കാടും മരവും വെട്ടി അത് മരുഭൂമിയാക്കിക്കൊണ്ടിരിക്കുന്നതല്ലേ? എന്റെ സ്നേഹം എന്തുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല? ഒന്ന് മനസ്സിലാക്കിക്കൂടെ? ഞാൻ എന്ത് ചെയ്യും?